നല്ല ടേസ്റ്റോട് കൂടിയുള്ള മന്തി ആയാലോ. ഒരു കുക്കറിൽ ബീഫിട്ട് കുരുമുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മന്തി മസാലയും കൂടിയിട്ട് 2 വിസിലാണ് ഇതിൻ്റെ പാകം. ഇരിക്കാനുള്ള വെള്ളത്തിലേക്ക് പട്ടയും ബേ ലീഫും ഏലക്ക ഉപ്പ് സൺഫ്ലവർ ഓയിലിട്ട് കഴുകി വെച്ചിരിക്കുന്ന അരിയും ഇട്ട് ഒരു തിളയാണ് ഇതിൻ്റെ പാകം എന്ന് വെച്ചാൽ. പിന്നെ വിസിൽ നോക്കിയിരുന്നപ്പോഴത്തേക്ക് അരി ഇവിടെ തിളച്ച് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് 3 തക്കാളിയും വെളുത്തുള്ളി ഏലക്ക ഡ്രൈ ലെമണും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ സൈസ് സവാള എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞിട്ട് അതിലേക്ക് ബീഫും വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും മന്തി മസാലയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ആക്കുന്നതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതാണ്. അതിൽ തന്നെ സൺഫ്ലവർ ഓയിലും ബീഫും ഹാഫ് കുക്കായ റൈസും ഇട്ട് കൊടുത്ത് ഭംഗിക്ക് വേണ്ടിയാണ്. എൻ്റെ ഫ്രിഡ്ജിൽ ബാലൻസ് വന്നതാണ്. തക്കാളിയും ക്യാപ്സിക്കും ക്യാരറ്റും അതും ഇട്ട് കൊടുത്ത് അല്പം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൽ മന്തി റെഡിയാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മന്തി റെഡിയാവും.